നേരെ ഒത്തിരി ഇരുത്തി പുറത്താനും പറഞ്ഞൊക്കെ മതി. ഇന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി ഈ മുറി കിടക്കും, ഞാൻ ആ മുറി കിടക്കാം. ഇനി നമുക്ക് കിടക്കാം. Yes, Dr. Rajendran here. Sorry to trouble you, doctor. ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. ഹെഡ് ഇഞ്ചറിയാണ്. അല്പം സീരിയസ് ആണെന്ന് തോന്നുന്നു. ഡോക്ടർ കൂടി ഒന്ന് വന്നാൽ. ഓഹോ, ഞാനിതാ വന്നു കഴിഞ്ഞു. താങ്ക് യു ഡോക്ടർ. സിസ്റ്റർ. യെസ് ഡോക്ടർ. ഡോക്ടർ ഉടനെ വരും. ഓപ്പറേഷന് വേണ്ട ഒരുക്കങ്ങൾ. ശരി. മാധവിയമ്മേ, മാധവിയമ്മേ. എന്താ സാർ? ഞാൻ ആസ്പത്രിയിൽ നിന്ന് പോകുകയാണ്. വരാൻ താമസിക്കും. പുറത്തെ കഥ അടച്ചേക്ക്. ദൈവമേ, എന്റെ പാത്രമൊന്നും കാണുന്നില്ലല്ലോ. ഇങ്ങോട്ടൊന്ന് ഓടി വായോ, ഓടി വായോ. ഒന്നിങ്ങോട്ട് വന്നേ, വേഗം എനിക്ക് വരാൻ. എന്താടി എന്താടി? ചേട്ടാ, ചേട്ടാ. How is the patient? നല്ല ആളാ. ഇത് ആശുപത്രിയല്ല, നമ്മുടെ വീടാ. കാപ്പുടിച്ചേട്ടാ. നമസ്കാരം. ഇവിടുത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് ബൈജു? ഒത്തിരി കൊതുണ്ട് ഡോക്ടർ. കൊതുകിനെയൊക്കെ നമുക്ക് ശരിപ്പെടുത്തി കളയാം. വേറെ അസൗകര്യം എന്തെങ്കിലും ഉണ്ടോ? വേറെ ഒന്നുമില്ല. ഇന്ന് എന്ത് കഴിച്ചു? പാല് കുടിച്ചു. മിടുക്കൻ. പാല് നിറയെ കഴിക്കണം കേട്ടോ. വരും. ഈശ്വരൻ നമുക്ക് അനുകൂലമാണെന്ന് തോന്നുന്നു. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്താം. ശരി ഡോക്ടർ. മാധവമേ, പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോ വീട് എങ്ങനെയുണ്ട്? വളരെ നന്നായിട്ടുണ്ട്. മുകളിൽ എവിടെയോ ഒരു വിള്ളലുണ്ടെന്ന് പറഞ്ഞല്ലോ. അതവർ സിമെന്റ് വെച്ച് അടച്ചല്ല. ഡോക്ടർ വന്നില്ലേ? ഇല്ല. ശ്രീദേവി ഇവിടെ ഉണ്ടല്ലോ. കുഞ്ഞു മോളിലുണ്ട്. ഒന്ന് കണ്ടു കളയാം. ഗുഡ് മോർണിംഗ്. ചേട്ടൻ ഇവിടെ ഇല്ല. ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത് ചേട്ടനോടല്ല, അനിയത്തിയോടാണ്. ശരി, ഗുഡ് മോർണിംഗ്. ചേട്ടൻ ഹോസ്പിറ്റലിൽ പോയിരിക്കുക. അത് പിന്നെ എനിക്കറിയില്ലേ? അല്ല, ചേട്ടനെ കാണാൻ വന്നതാണെന്ന് കരുതി. ചേട്ടനെ കാണാനല്ലാതെ വേറെ ഒരു കാര്യത്തിലേക്ക് കൂടെ വന്നുകൂടെ? തീർച്ചയായും വരാം. ഇത് നിങ്ങളുടെ വീടല്ലേ? ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കല്ലേ. വീട് നോക്കാനും വരാം, പറമ്പ് നോക്കാനും വരാം. എങ്കിൽ ഇന്ന് വന്നതിനൊന്നുമല്ല, വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് മടുത്തു. ഇവിടെ വന്ന് ശ്രീദേവിയുമായി കുറച്ചു സമയം വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് കരുതി. ശരി, പറഞ്ഞോളൂ. ഒരാളുടെ മുഷിച്ചിട്ട് തീരാൻ വേണ്ടിയല്ലേ? ഞാൻ കേട്ടേക്കാം. എന്താ പറയാത്തെ? എന്ത് പറയണമെന്ന് ആലോചിക്കുകയായിരുന്നു. എങ്കിൽ ആലോചന കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാമായിരുന്നില്ലേ? എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ ശ്രീദേവിയുടെ അടുത്ത് വന്നപ്പോ എല്ലാം മറന്നുപോയി. അതൊരു അത്ഭുതമായിരിക്കുന്നല്ലോ. അത്ഭുതമൊന്നുമില്ല. അഴകൊഴുകുന്ന ഈ മുഖത്ത് നോക്കിയിരുന്നാൽ ആർക്കെങ്കിലും സംസാരിക്കാൻ തോന്നുമോ? അയ്യോ, പിന്നെ എന്താ തോന്നും? മനോഹരമായ ഈ ചുണ്ടിൽ ഒരു ഉമ്മ തരാൻ തോന്നും. ക്ഷമിക്കണം, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയപ്പോൾ എനിക്കിങ്ങനെയാണ് തോന്നിയത്. സാരമില്ല, ആ കൈകൊണ്ട് തന്നെ ഈ കവിളിൽ തലോടുമ്പോ വേദന മാറിക്കൊള്ളും. അപ്പോൾ
മരണം വരെ ഈ വേദന കൊണ്ടുനടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം. അല്ല, ആവുന്നത്ര വേഗം ഈ വേദന ഞാൻ മാറ്റും. നടക്കാത്ത കാര്യം. നോക്കാം. ഒരു ഉപകാരം ചെയ്യണം. ഈ സംഭവം എന്റെ ചേട്ടൻ അറിയരുത്. അറിഞ്ഞാൽ ശ്രീദേവിയെ ശകാരിക്കുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കും. ആ ഭയം എനിക്കില്ല. നിങ്ങൾ ജീവിച്ചിരിക്കുമോ എന്ന കാര്യത്തിൽ ഭയമുണ്ട്. ഓഹോ, അതാണോ? ഏതായാലും ഞാൻ പറയില്ല. ഞാനും. അപ്പോ വരട്ടെ. ഇനി സംസാരിക്കണ്ടേ? വേണമെന്നില്ല. മുഷിച്ചിൽ തീർന്നല്ലോ. സന്തോഷം. കാണാം. ആവത്തായ കുഞ്ഞെ. എന്താ മധുരമേ, അവരൊക്കെ ഇവിടുത്തെ വലിയ പണക്കാരാ കുഞ്ഞെ. അതിന് നമുക്കെന്താ? ഞാൻ പോയിക്കൊള്ളട്ടെ ഡോക്ടർ? വരണം, അല്പം കാപ്പി കുടിച്ചിട്ട് പോകാം. ഇരിക്കൂ. ഓ, കാപ്പി റെഡി. എങ്ങനെയുണ്ട് എന്റെ കൊച്ചനിയെത്തി? വണ്ടർഫുൾ. അതാണ് ദിവ്യദൃഷ്ടി. അല്ലെങ്കിൽ ജോത്സ്യം. ഇത് രണ്ടുമല്ല, ടെലിഫോൺ. ടെലിഫോണും? അതെ. നഴ്സിംഗ് ഹോമിലേക്ക് ഞാൻ ഇപ്പൊ ഫോൺ ചെയ്തതേ ഉള്ളൂ. രണ്ടുപേരും കൂടി പുറപ്പെട്ടിരിക്കുന്നു എന്ന വിവരവും കിട്ടി. ശ്രീദേവി ഇപ്പൊ എന്നെ അന്വേഷിക്കാൻ തുടങ്ങുമെന്ന് ഞാൻ അവിടെ വെച്ച് പറഞ്ഞില്ലേ? ഇത്രയേറെ സ്നേഹശീലയായ ഒരു സഹോദരിയുള്ള ഡോക്ടർ സത്യത്തിൽ ഭാഗ്യവാനാണ്. ആ പറഞ്ഞതൊന്ന് എഴുതിത്തരാമോ? ചില്ലിട്ട് സൂക്ഷിക്കാനാ. ശ്രീദേവി, ഡോക്ടർ മോഹൻകുമാർ പറഞ്ഞത് സത്യമാണ്. ആ ഡോക്ടർ, ഒരു വലിയ വിശേഷം. വരുന്ന 7-ാം തീയതി എന്റെ ബർത്ത്ഡേ ആണ്. നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ? പിന്നെ നല്ല കഥയായി. കഴിഞ്ഞ ബർത്ത്ഡേയുടെ മധുരം ഇപ്പോഴും നാവിൽ നിന്ന് പോയിട്ടില്ല. ഇപ്രാവശ്യം എനിക്കൊരു പുതിയ ഐഡിയ. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെല്ലാം ക്ഷണിച്ച് പുറത്തെവിടെയെങ്കിലും ഒന്ന് കുടിക്കലാം. എന്താ? വെരി ഗുഡ് ഐഡിയ. നമസ്കാരം ചേട്ടാ. നമസ്കാരം ശ്രീദേവി. ഡോക്ടർ ഇവനെ അറിയുമോ? ഇവൻ ഞങ്ങളുടെ അമ്മാവന്റെ മകനാണ്, ഉണ്ണികൃഷ്ണൻ. എനിക്കറിയാം. ഇതിനു മുമ്പ് 1-2 പ്രാവശ്യം ഡോക്ടർ എന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളതല്ലേ? ചേട്ടോ, ഞാൻ വരുമ്പോഴൊക്കെ ഈ ഡോക്ടർ ഇവിടെ തന്നെ കാണാമല്ലോ. അത് ശരിയല്ല. ഡോക്ടർ മോഹൻകുമാർ ഇവിടെ ഉള്ളപ്പോഴേ നീ ഇവിടെ വരാറുള്ളൂ എന്നതാണ് സത്യം. അപ്പൊ ഞാൻ വരട്ടെ ഡോക്ടർ. അപ്പൊ നമ്മുടെ ബർത്ത്ഡേ പരിപാടി? എനിക്ക് ഓർമ്മയുണ്ട്. പ്രോഗ്രാം ഞാൻ അറേഞ്ച് ചെയ്തോളാം. വെരി ഗുഡ്. ശ്രീദേവി, ആരുടെ ബർത്ത്ഡേ ആണ്? ചേട്ടന്റെ. ചേട്ടന്റെ? ഞാൻ വിചാരിച്ചു നിന്റെയാണ്. ആ, ഏതായാലും ബർത്ത്ഡേ അല്ലേ, കലക്കിക്കളെ. കലക്കണ്ട, ആഘോഷിച്ചാ മതി. അപ്പൊ ഞാൻ പോട്ടെ കുഞ്ഞെ. രാവിലെ നേരത്തെ വരണം. ശരി. ശ്രീദേവി, നൃത്തം മനോഹരമായിരുന്നു. താങ്ക്സ്. കിടന്നാൽ ഇന്ന് ഉറക്കം വരില്ല. അതെന്താണ്? മനസ്സ് മുഴുവൻ ശ്രീദേവിയുടെ ചിരിക്കുന്ന മുഖമാണ്. നിൽക്കൂ. ഇന്ന് ചേട്ടന്റെ പിറന്നാളല്ലേ? അനിയത്തിക്ക് എന്റെ ഒരു സമ്മാനം ഉണ്ടാക്കാം. Bloody rascal! I will kill you! നീ അകത്ത് പോകും. Get up. താങ്ക് യു. എന്റെ ജന്മദിനത്തിന് നിങ്ങളെ ക്ഷണിച്ച് എന്തുകൊണ്ടാണെന്നറിയാമോ? അറിയാമോ മിസ്റ്റർ സോമരാജൻ? അത് ക്ഷണിച്ചവർക്കല്ലേ അറിയൂ. നിങ്ങളുടെ കെട്ടിടത്തിൽ ഞങ്ങൾ താമസിക്കുന്നതുകൊണ്ടല്ല, അതിന് ഞാൻ വാടക തരുന്നുണ്ട്. നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായതുകൊണ്ടുമല്ല. പണക്കാരായ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളൊരു മനുഷ്യനാണെന്ന് ഞാൻ കരുതി. ഒരു മൃഗത്തെ പോലെ ഞാൻ പെരുമാറി. അത് എന്നോട് ക്ഷമിക്കണം. ഡോക്ടർക്ക് വിരോധമില്ലെങ്കിൽ ശ്രീദേവിയെ ഞാൻ വിവാഹം ചെയ്തോളാം. സാധ്യമല്ല. എന്റെ വീട്ടുകാർ സമ്മതിക്കില്ലെന്ന് കരുതിയിട്ടായിരിക്കും. നിങ്ങളുടെ വീട്ടുകാരുടെ പണവും സമ്മതവുമെല്ലാം എനിക്ക് പുല്ലാണ്.
എന്റെ സഹോദരി വിവാഹം കഴിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. ഡോക്ടർ ഉദ്ദേശിക്കുന്ന യോഗ്യത എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്റെ ജീവിതത്തിലെ ഒരു വലിയ ആഗ്രഹമാണ് ശ്രീദേവിയെ എനിക്ക് വിവാഹം ചെയ്തു തരണമെന്ന് അപേക്ഷയുണ്ട്. മിസ്റ്റർ സോമരാജൻ, ഇനി ഒരിക്കൽ കൂടി നിങ്ങളിത് പറയരുത്. ഞാൻ ഈ നാട്ടിൽ വന്ന നാൾ മുതൽ നിങ്ങളെപ്പറ്റി ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. ശ്രീദേവി എന്റെ പ്രാണനാണ്. അവളെ ഇതുവരെ ഞാൻ വളർത്തിക്കൊണ്ടുവന്നത് നിങ്ങളെപ്പോലെ ഒരു വിടന്റെ കയ്യിൽ കൊടുക്കാനല്ല. മേലാൽ നിങ്ങൾ ഇവിടെ വരരുത്. നിങ്ങൾ വരുന്നത് എനിക്കിഷ്ടമല്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടത്താതെ വന്നിട്ടില്ല. ഭയപ്പെടുത്തുകയാണോ? അല്ല, ഒരു സത്യം പറഞ്ഞു എന്ന് മാത്രം. വരട്ടെ. ഗുഡ് ബൈ. ശ്രീദേവി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? കരയാതെ. അച്ഛനും അമ്മയും മരിക്കുമ്പോ നീ കുഞ്ഞായിരുന്നു. ഞാൻ എന്റെ തോളിൽ കിടത്തിയാണ് നിന്നെ വളർത്തിയത്. നീ വലുതായി എന്ന ബോധം ഇന്നുവരെ എനിക്കില്ലാതെ പോയി. ഈ വീട്ടിൽ വരുന്നവരെല്ലാം നല്ലവരാണെന്ന് ഞാൻ കരുതി. എനിക്ക് തെറ്റിപ്പോയി ശ്രീദേവി, എനിക്ക് തെറ്റിപ്പോയി. നടന്നതെല്ലാം നീ മറന്നേക്കൂ. നിന്നെ യോഗ്യനായ ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച ശേഷമേ ഇനി നിന്റെ ചേട്ടൻ അടങ്ങിയിരിക്കൂ. സമാധാനമായി കിടന്നുറങ്ങും. എന്താ കരയുന്നത്? കരച്ചിൽ വന്നിട്ടാ. അത് മനസ്സിലായി. കരയാനുള്ള കാര്യം? കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടിയും പോയി. ആരായിരുന്നു കൂട്ട്? എന്റെ അനീതിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ സിനിമ കാണാൻ കയറിയതാ. രണ്ടുപടം ആയിരുന്നുകൊണ്ട് ഭയങ്കര ഇടിയും ബഹളമായിരുന്നു. സിനിമയിലോ തിയേറ്ററിലോ? എല്ലായിടത്തും ഒരേ ബഹളമായിരുന്നു. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ കൂട്ടുപിരിഞ്ഞു പോയി. അവസാനത്തെ വണ്ടി എങ്ങോട്ടായിരുന്നു? മുണ്ടക്കൈത്തോട്ടാ. ഇനി നാളെ ഉള്ളെന്ന് പറയുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യാ പോകുന്നു? അതറിയാൻ പാടില്ലാത്തോണ്ടാ എനിക്ക് കരച്ചിൽ വരുന്നത്. എന്താ പേര്? സാറാമ്മ. സാറാമ്മയ്ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എന്നോടൊന്നിച്ചു വാ. ഇന്ന് രാത്രി എന്റെ വീട്ടിൽ താമസിക്കാം. എന്നിട്ട് നാളെ രാവിലെ പോവാം. വിശ്വാസം ഉണ്ടെങ്കിൽ വന്നാൽ മതി. സാറിന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇത്ര പെട്ടെന്ന് അങ്ങോട്ട് വിശ്വാസം വരാൻ എന്നെ മുമ്പ് കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടില്ലെങ്കിലും കണ്ടിടം വെച്ച് സാറൊരു മാന്യനാണെന്ന് എനിക്ക് തോന്നി. സന്തോഷം. എന്നാ വന്നാട്ടെ. പെട്ടിയിലെന്തോന്നാ? ഓ, കാലിപ്പെട്ടിയാ സാറേ. 2ാം കൈക്ക് മേടിച്ചതാ. ആ വരി. സാറിന്റെ വീട്ടിൽ സൗകര്യം കാണുക എന്തോ? എന്തോന്നിനാ? എനിക്കും കൂടെ ഒന്ന് ചുരുണ്ടൂടി കിടക്കാനാ. എന്തിനാ ചുരുളുന്നത്? നിവർന്ന് തന്നെ കിടന്നു. ഒരു 16 സാറാമ്മമാര് കിടന്നാലും അറിയത്തില്ല. കർത്താവേ, അതെന്താണോ സാറേ? മാളിക, മണിമാളിക. വന്ന് നോക്ക്. സാറിന് കെട്ടോളുമാർ എത്ര ഉണ്ട്? എന്തോന്നാ? അയ്യോ സാറേ, തെറ്റിപ്പോയി. മക്കൾ എത്ര ഉണ്ട്? മക്കളില്ല, ഭാര്യയുണ്ട്. അവള് പിണങ്ങി അവിടെ വീട്ടിൽ പോയിരിക്കുക. അപ്പൊ സാറോ? ഞാൻ പിണങ്ങി എന്റെ വീട്ടിൽ താമസിക്കുന്നു. അല്ലാതെ എവിടെ പോകാനാ? ഭാര്യ ഇല്ലെങ്കിൽ പിന്നെ വീട്ടുകാര്യങ്ങളൊക്കെ എങ്ങനെയാ സാറേ? ഓ, എനിക്ക് അങ്ങനെ വീട്ടുകാര്യം കൂടിയേ തിരിവന്നില്ല. പണ്ടേ അങ്ങനെ. എനിക്ക് നാട്ടുകാര്യമാണ് ഇഷ്ടം. അതായിരിക്കും ഭാര്യ പിണങ്ങിപ്പോയത്. പോയി ചാകട്ടെന്ന്. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം ഒരു മുറി വാരിക്കൂട്ടി പൂട്ടിയിരിക്കുക. പൊന്നും പണവും വെച്ച് പൂട്ടാൻ അളമതിയുണ്ട്. എനിക്ക് വല്ല മെന്റൽ റൈസ് കൊണ്ടോ സുഖം. ഒന്നോർത്താ ഇതുവരെ സുഖവാ അല്ലേ സാറേ? പരമസുഖമല്ലേ? നീ വാ.